പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് CPI തന്നെയാണ്. ADGP MR അജിത് കുമാർ പൂരം കലക്കാൻ കൂട്ടുനിന്നുവെന്ന് PV അൻവർ തന്നെ പരസ്യമായി പറഞ്ഞതിന് ശേഷമായിരുന്നു അത്. അതേ ADGPയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ മാത്രമാണ് പഴിചാരിയത്. എന്നാൽ സംഭവത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുന്നു VS സുനിൽകുമാർ. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ഇടപെടലിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അന്വേഷണം വേണോ വേണ്ടെന്ന് അപ്പം തീരുമാനിക്കാം. കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ? പോലീസ് അന്വേഷണത്തിൽ കോൺഗ്രസിന് ഒട്ടും വിശ്വാസമില്ല. BJPയും LDFും പൂരം കലക്കാൻ കൈകോർത്തെന്നാണ് K മുരളീധരന്റെ നിലപാട്. അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇനി ഞങ്ങൾക്ക് ആവശ്യം ജുഡീഷ്യൽ എൻക്വയറി ആണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ്. പൂരമൊരുക്കങ്ങളുടെ തുടക്കം മുതൽ പാളിച്ചകൾ അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. വിശദമായ അന്വേഷണം വിഷയത്തിൽ വേണമെന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വങ്ങളും. ഈ പൂരം കലക്കിയത് ഈ അവസാന റിപ്പോർട്ടിൽ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ദേവസ്വത്തിൻ്റെ മെക്കെട്ട് വരുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സെക്രട്ടറി എന്നുള്ള ലെവലിൽ, തിരുവമ്പാടിയുടെ സെക്രട്ടറി എന്നുള്ള ലെവലിൽ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ ഗൂഢാലോചന തുടങ്ങുമ്പോൾ നമ്മളൊരു അങ്കിത് അശോകനെയോ ഒരു ADGPയെ മാത്രം പറഞ്ഞിട്ട് ഈ പിന്നിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥ കുറ്റക്കാർ ഈ പുകമറയുടെ പിന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരം റിപ്പോർട്ടിൽ അടിമുടി ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോഴും. അന്ന് ജില്ലയിലുണ്ടായിട്ടും ADGP അജിത് കുമാർ എന്തുകൊണ്ട് വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും BJPക്ക് തിരഞ്ഞെടുപ്പ് മുതലെടുപ്പിന് അവസരമൊരുക്കിയത് ആരെന്നുമെല്ലാം ഇനിയും അറിയേണ്ടതുണ്ടെന്നാണ് CPIയും കോൺഗ്രസും ഉന്നയിക്കുന്നത്. ഈ പൂരം കലക്കി എന്നുള്ള ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് ADGP ലോ ആൻഡ് ഓർഡർ. ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. അതേസമയം റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, തൃശൂർ.